കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും നവീൻ ബാബു എന്ന ADMന്റെ മരണത്തിന് കാരണക്കാരിയെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയ PP ദിവ്യ എന്ന CPM നേതാവ് ഇപ്പോൾ കൂടുതൽ വെട്ടിലേക്ക് പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. KSUവിൻ്റെ സംസ്ഥാന നേതാവ് മുഹമ്മദ് ഷമാസ് ഒരു വലിയ പരാതി ഇപ്പോൾ വിജിലൻസിന് നൽകിയിരിക്കുന്നു. അവരെ ഈ ആരോപണം ഉന്നയിച്ചതാണ്. ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി വളരെ പ്രത്യേകതയുള്ള ഒരു പരാതിയാണ്. ഇതിൽ ഭൂമികൾ വാങ്ങിയതിലടക്കമുള്ള നിരവധി അഴിമതികളും കുടുംബശ്രീ കിയോസ്കിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതികളും അതിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അതിൽ പാലക്കയം ടൂറിസ്റ്റ് സ്പോട്ടിനടുത്ത് 4 ഏക്കർ ഭൂമി മുഹമ്മദ് ആസിഫും PP ദിവ്യയുടെ ഭർത്താവ് VP അജിത്തും ചേർന്ന് വാങ്ങി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി. അതിൻ്റെ പണം എവിടെ നിന്ന് കിട്ടി? ഇത് ബിനാമി ഇടപാടാണ്, ഇത് വലിയ തോതിലുള്ള അഴിമതിയാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് തൊട്ടടുത്ത് വളരെ വില കൂടിയ 49 സെൻറ്റ് സ്ഥലം ഏതാണ്ട് 2.5 കോടി രൂപയ്ക്ക് ഇവർ വാങ്ങി. അതിൻ്റെയും രേഖകളും എല്ലാമായിട്ടാണ് ഇദ്ദേഹം KSU നേതാവ് പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയിൽ കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചപ്പോൾ വലിയ തോതിലുള്ള അഴിമതി നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കോടിക്കണക്കിന് രൂപ വെട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 2.5 കോടി രൂപ എവിടെ നിന്നുണ്ടായി? പാലക്കയത്ത് 4 ഏക്കർ ഭൂമി വാങ്ങാൻ എവിടെ നിന്ന് പൈസ കിട്ടി? ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആരോപണം മുമ്പ് ഉന്നയിച്ചതാണ്. അന്ന് PP ദിവ്യ വളരെ ശക്തമായി തിരിച്ചടിച്ചു, ഞാൻ നിയമ നടപടിക്ക് പോകും. പക്ഷെ ഇപ്പോൾ മാസങ്ങളായിട്ടും ഒരു നിയമ നടപടിയും ഇത് സംബന്ധിച്ച് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം നേരിട്ട് പരാതി തന്നെ കൊടുക്കുന്നത്. ആ പരാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇദ്ദേഹം ഇത്തരത്തിലുള്ള അഴിമതി നടത്തി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ്. PP ദിവ്യ ഈ ADMനെതിരെ പറഞ്ഞത് അവരുടെ അഴിമതിയുടെ താല്പര്യം കൊണ്ടുകൂടിയാണ് എന്ന് അന്ന് തന്നെ പരാതി ഉണ്ടായിരുന്നു. ഏതോ ഒരു അഴിമതി മറച്ചു വയ്ക്കുന്നതിൽ വലിയ തോതിൽ PP ദിവ്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അതിന് ഇദ്ദേഹം കൂട്ടുന്നില്ല. ഇപ്പം അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പുറത്തു വരാൻ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ PP ദിവ്യ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഐക്കൺ നേതാവായി വളർത്തി വന്ന ഒരാളാണ്. ഐക്കൺ നേതാവ് വലിയ അഴിമതിക്കാരിയും അവരുടെ ഭർത്താവ് VP ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഈ മാഫിയയുടെ നടത്തിപ്പുകാരനും അതുപോലെയുള്ള ചില മുതലാളിമാരുമായി ചേർന്ന് വലിയ തോതിൽ പണം സമ്പാദിച്ചിരിക്കുന്നു, ഭൂമി വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. ഇത് CPMന് അത്ര എളുപ്പത്തിൽ നേരിടാൻ കഴിയില്ല. കാരണം CPMൽ ഇപ്പോഴും PP ദിവ്യ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്, മറ്റു പല സ്ഥാനങ്ങളുമുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ CPMന് ദിവ്യയെ കൈയൊഴിയാൻ പറ്റില്ല. വിവാദമുണ്ടായ കാലത്ത് തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ദിവ്യയ്ക്ക് ഒപ്പം നിന്നു. പക്ഷേ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തള്ളിക്കളഞ്ഞത്. ഇപ്പോൾ പോലും ഈ അഴിമതി ഉണ്ടെങ്കിൽ ദിവ്യ ഒറ്റയ്ക്കാവില്ല. അവിടെയാണ് പ്രശ്നം. ഇത്ര അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ മേൽ ഉയർന്ന കണ്ണൂർ ജില്ലയിലെ മറ്റു ഉയർന്ന ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടാവും. അപ്പോൾ ഇത് ദിവ്യയിലും അല്ലെങ്കിൽ അജിത്തിലും മാത്രം ഒതുങ്ങുന്ന ഒരു അഴിമതിയല്ല, അതിനപ്പുറത്തേക്ക് പോകും. അങ്ങനെ വന്നാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാവും. ഇപ്പോൾ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. വിജിലൻസിൽ ഇപ്പോൾ കൊടുക്കുന്ന ഒരു പരാതി ആരും അന്വേഷിക്കാറില്ല. പ്രത്യേകിച്ചും ഭരണകക്ഷിക്കാരാണ് പ്രതികളെങ്കിൽ ഒരിക്കലും ഇത് വരാറില്ല. എങ്കിൽ പോലും ഇത് നാളെ കോടതിയിലെത്തുകയും കോടതി ഈ വിഷയം ഉന്നയിക്കുകയൊക്കെ ചെയ്താൽ ഇത് വലിയ പ്രതിസന്ധിയാവും. രേഖകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് ദിവ്യ ഇതുവരെ മടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ മടിയിൽ കനമുള്ളത് കൊണ്ടായിരിക്കും ദിവ്യ ഇത് ചോദ്യം ചെയ്യാത്തത്, നിയമപരമായി മുമ്പോട്ട് പോകാത്തത്.